മാൾട്ട ഗോസോയിൽ നിന്നും മാൾട്ട കുട്ടപ്പൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഞങ്ങൾ വിക്ടോറിയ എന്ന് പറയുന്ന ഗോസോയിലെ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ ഗോസോയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുകൾ പോകുന്നത്. ഇനി ഞങ്ങൾ ഗോസോയിലെ പ്രശസ്തമായ ഒരു ചർച്ച് കാട്ടിത്തരാം. അതിനായി ഇനിയുള്ള വിവരണങ്ങൾ നടക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഗോസോയിലെ മലമുകളിലൊരു ചർച്ചിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ജീമോദുമുണ്ട്. ജീമോദ് ഇപ്പോൾ വീട്ടുകാരെ വിളിച്ച് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇത്തിരി ബിസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തള്ളാം. അപ്പോഴേക്ക് അവൻ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഒന്ന് സെറ്റാക്കട്ടെ. ഇമാതിരി പൂച്ചകൾ ഈ ഭാഗത്ത് ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് മാൾട്ടയിൽ ഒരുപാടുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടു, നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. താഴെ ഒരു കമ്പും ചില്ലയൊന്നും ഇല്ലാണ്ട് വെട്ടി ഒതുക്കി ക്ലിയറാക്കി വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാൾട്ട എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഗോസോ എന്ന ദ്വീപും. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ബസ് ഇലക്ട്രിക് ബസ്സാണ്. മാൾട്ടയിലെ ബസ് കാർഡ് വെച്ച് നമുക്ക് ഇവിടെ യാത്ര ചെയ്യാം. ഗോസോയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പള്ളികൾ തന്നെയാണ്. കുറച്ച് സ്ഥലത്ത് ഒരുപാട് പള്ളികളാണ് ഇവിടെ. ഇതാണ് ഗോസോ സ്ട്രീറ്റ് വരുന്നത്. തനി മാൾട്ട തന്നെ. മാൾട്ടയുമായി വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ തോന്നില്ല. ഇനി നമ്മൾ ചർച്ചിലേക്കാണ് പോകുന്നത്. ജീമോദ് ഇത്തിരി തിരക്കായ കാരണം ഞാൻ വെറുതെ തള്ളി മറക്കുകയാണ്. ജീമോദ് ഇപ്പോൾ വീട്ടുകാരെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം, അതിനെ ഞാൻ നട്ടു വെയിലത്താണ് കൊണ്ടുവന്ന് നിർത്തിക്കണേ. എനിക്ക് പിന്നെ ഇപ്പോൾ ഒരു 5 മാസമായിരുന്നപ്പോൾ അത്യാവശ്യം എനിക്ക് വെയിലൊക്കെ ഞാൻ കൊണ്ട് പഠിച്ചു. അത് വെയിലൊന്നും കൊണ്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ഇത്തിരി വെയിൽ കൊണ്ടോട്ടെ. ഞാൻ ഈ കുറ്റിയുടെ തണലിൽ ഇത്തിരി വെയിൽ കൊള്ളാണ്ട് നിൽക്കാം. ജീമോദ് എന്ന പള്ളിയിൽ പോവാ നിനക്ക്. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ വിക്ടോറിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടുത്തെ മലമുകളിലെ ഒരു പള്ളിയിലേക്കാണ് പോകുന്നത്. നിങ്ങളെല്ലാവരും ഇനി അധികം തള്ളുകളുണ്ടാവില്ല. നിങ്ങളെപ്പോഴും വീഡിയോ മാത്രം കാണുക. വീഡിയോയിൽ മാത്രം